അഗ്നി ക്ഷേത്ര തിരുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പൊങ്കാല അടുപ്പിൽ പകരുന്നു. ഈ വർഷത്തെ മനുശ്ശേരി കള്ളിക്കാവലമ്മയുടെ പൊങ്കാലയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുന്നു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഭഗവതി സാന്നിധ്യം നിറഞ്ഞ അഗ്നി ക്ഷേത്ര തിരുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പൊങ്കാല അടുപ്പിൽ പകർന്നു കഴിഞ്ഞു. ശംഖുവിളിയുടെ അകമ്പടിയോടുകൂടി, ശംഖനാദത്തിന്റെ അകമ്പടിയോടുകൂടി ആ അഗ്നി നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അടുപ്പിലേക്ക് പകരുന്നതാണ്. ഈ പൊങ്കാല മഹോത്സവം ഭംഗിയായി നടക്കുന്നതിനും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആശിസ്സുകളും അതിലൂടെ നമുക്ക് നേരിടണേ എന്നും പ്രാർത്ഥിച്ചു നിൽക്കുക. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാടുമന ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഓരോരോ അടുപ്പുകളിലായി അഗ്നി പകരുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നിൽക്കുക. ഒന്നോ രണ്ടോ അടുപ്പുകളിൽ ക്ഷേത്രം തന്ത്രി അടുപ്പ് തീ പകർന്നു കഴിഞ്ഞാൽ പിന്നീട് പന്തങ്ങൾ കത്തിച്ച് അതെല്ലാ അടുപ്പുകളിലും പകരാവുന്നതാണ്. മനുശ്ശേരി കള്ളിക്കാവിന്റെ തിരുമുറ്റത്തിനെ ഒരു യാഗഭൂമിയാക്കിക്കൊണ്ട് ഭഗവതി സാന്നിധ്യം നിറഞ്ഞ അഗ്നി ഓരോരോ അടുപ്പുകളിലായിട്ട് പകരുകയാണ്. നിങ്ങളുടെ അടുപ്പുകളിൽ ആ കർപ്പൂരം വയ്ക്കുക. ആ കർപ്പൂരം കത്തിച്ച് സാവധാനത്തിൽ തീ പിടിപ്പിച്ച് നിവേദ്യം തയ്യാറാക്കുക. ആരും തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ പൊങ്കാല സമർപ്പണം നടക്കുകയുള്ളൂ. എല്ലാവരുടെയും നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ പൊങ്കാല സമർപ്പണം നടക്കുകയുള്ളൂ. ആരും തിരക്ക് പിടിക്കാതെ, ധൃതി പിടിക്കാതെ സാവധാനത്തിൽ തീ കത്തിച്ച് നിവേദ്യം തയ്യാറാക്കുക. വളരെയധികം വിറകുകൾ അടുപ്പിൽ കുത്തി നിറയ്ക്കേണ്ട. അത് കത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യത്തിന് വിറക് വെച്ച് സാവധാനത്തിൽ ഓലയൊക്കെ കൂട്ടി കത്തിച്ച് നിവേദ്യം തയ്യാറാക്കുക.
പരബ്രഹ്മസ്വരൂപിണിയായ ആദിപരാശക്തിയായ തട്ടകം വാഴുന്ന മരിശ്ശേരി കിള്ളിക്കാവിലമ്മയുടെ തിരുമുറ്റത്ത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഒന്നിച്ചുകൂടി സ്വന്തമായ നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് നിവേദിക്കുന്ന പൊങ്കാല എന്ന മഹായാഗം ആരംഭിച്ചിരിക്കുന്നു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഭഗവതി സാന്നിധ്യം നിറഞ്ഞ അഗ്നി ഓരോരോ അടുപ്പുകളിൽ പകർന്നു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുടി അതുപോലെ തന്നെ നിങ്ങളുടെ സാരി, ഷാള് ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുന്നിലും പിന്നിലും തീയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഭക്തിയോടുകൂടി, നാമജപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കുമായി, എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകൾക്കുമായി, ആരോഗ്യ സൗഖ്യത്തിനായി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കുക. കൂടുതൽ വിറക് വെച്ച് അടുപ്പ് കത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യത്തിന് വിറക് വെച്ച് ആ അടുപ്പ് കത്തിച്ച്